ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് എന്താ വെച്ചാൽ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഡെലിവറി സ്റ്റോറി എന്നും പറയാം. കാരണം എന്താ വെച്ചാൽ അതൊരു സ്റ്റോറിയുടെ തന്നെ കുറച്ച് നീട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറി ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഒക്ടോബർ 16 എനിക്ക് ഡ്യൂ ഡേറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനെ പ്രസവിക്കുന്നത് ഒക്ടോബർ 5 അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നോർമലല്ലേ, ഡ്യൂ ഡേറ്റിന് തന്നെ കറക്റ്റ് പ്രസവിക്കണം എന്നില്ലല്ലോ, ചില അതിന് മുന്നേ പ്രസവിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കും. പക്ഷെ എനിക്ക് പെയിൻ വന്നിട്ടോ ഒന്നുമല്ല ഞാൻ പെട്ടെന്ന് പ്രസവിച്ചത്. ഞാൻ സെപ്റ്റംബർ 28 എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ വയറ് കാണാൻ വലിയ ചടങ്ങുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഞാൻ എന്താ സ്റ്റോറി ഇല്ല, അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 30 ഞാൻ എൻ്റെ വീടിൻ്റെ പടിയിൽ നിന്ന് വീണു, മുറ്റത്തേക്ക് വീണു, കാല് മടങ്ങി വീണു. അപ്പോൾ ഓൾറെഡി എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാലുമേയും എൻ്റെ മേലും മൊത്തം നല്ല നീരുണ്ടായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ നല്ല വയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് പടി ഇറങ്ങി കാല് മടങ്ങി ഞാൻ വീണു മുറ്റത്തേക്ക്. കാല് മടങ്ങിയിട്ടാണ് ഞാൻ വീണത്, മുട്ട് കുത്തിയിട്ടാണ് ഞാൻ അവിടെ എന്താ പറയുക വീണത്. പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വയറിടിക്കണ്ടല്ലോ വെച്ചിട്ട് സൈഡ് തിരിഞ്ഞ് കിടന്നു. ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നു. അപ്പം ഞാൻ വീണ് കണ്ടിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ അച്ഛമ്മ വരെ ഓടി വന്നിട്ട് എല്ലാവരും എൻ്റെ ചുറ്റുറന്നിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനും ടെൻഷനായി. അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട് ഞാൻ വയറിടിച്ച് വീണിട്ടില്ല എന്ന് ഇവരോട് പറയുന്നുണ്ട്. പക്ഷെ ഇവരത് കേൾക്കണേ ഇല്ല. പിന്നെ ഞാനും ടെൻഷനായി, ഇനി ഞാൻ വയറിടിച്ച് വീണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ പിന്നെ എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ വീണ ഒരു ടെൻഷനിൽ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുത്തിക്കുലുക്കത്തിലും ഞാൻ ആ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ പോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ എന്നോട് ചോദിച്ചു മൂവ്മെൻറ്റ്സ് ഉണ്ടോ, വീണതിന് ശേഷം മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചു. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മൂവ്മെൻറ്റ്സ് ഇല്ല. മേ ബി ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം, എൻ്റെ അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരം എന്നിട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ടോ നോക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ്സ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ എന്നെ അവരപ്പം തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി, വീണതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാലിനായിരുന്നു പ്രശ്നം. പക്ഷേ എന്തായാലും വീണതല്ലേ, പ്രഗ്നൻറ്റും ആണ്. അപ്പോൾ അവരതിനെ മാറ്റി. ഇനി ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.